ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പാസ്വേഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു പാസ്വേഡ് നമുക്ക് കുറച്ച് സെക്യൂർ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമുക്ക് മുകളിലായിട്ട് 3 ഡോട്ട് കാണുന്നുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള സെക്ഷനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് അക്കൗണ്ട് എന്നുള്ള സെക്ഷനിൽ ഫസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അതിനിവിടെ താഴെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും അവിടെ ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ സെക്കൻഡ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് മുകളിലൊരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ കറണ്ട് പാസ്വേഡും പിന്നെ അതിന് താഴെ ന്യൂ പാസ്വേഡ്, അതിന് താഴെ റീടൈപ്പ് ന്യൂ പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കറണ്ട് പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ പാസ്വേഡ് എന്താണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ന്യൂ ആയിട്ട് ഏത് പാസ്വേഡാണ് ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആ ഒരു ന്യൂ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ റീടൈപ്പ് ന്യൂ പാസ്വേഡ് എന്ന് കേൾക്കുന്നുണ്ട്. അതിവിടെ പുതുതായിട്ട് നമ്മൾ എന്ത് പാസ്വേഡാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഈ ഒരു കോളത്തിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ റീടൈപ്പ് പാസ്വേഡിലും ആ ഒരു പുതിയ പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളിപ്പോൾ പുതിയ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഴയൊരു പാസ്വേഡ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഒരു FB അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ജിമെയിൽ ID കൊടുത്തിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടായിരിക്കും ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേക്ക് അതിലൊരു കോഡ് ഒന്നെങ്കിൽ ആ ഒരു മെയിൽ ID-യിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്പർ വരുന്നതായിരിക്കും. ആ ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മറന്നുപോയ പാസ്വേഡ് യൂസ് ചെയ്യാതെ നമുക്ക് പുതിയ പാസ്വേഡ് കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഈസിയായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോ എന്നൊക്കെ പിന്നെയും കാണാം. താങ്ക്